നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൻ്റെ ദുഃഖം രാജ്യം മുഴുവൻ അലയടിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ആ വിമാനാപകടത്തിൽ മരിച്ചവരെ സംബന്ധിച്ചുള്ള അധിക്ഷേപ പരാമർശങ്ങൾ സമൂഹ മാധ്യമത്തിൽ നിറയുന്നത്. യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ നമ്മുടെ നാട്ടിലെ ആളുകൾ അതിലുള്ള ആളുകളെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ ഈ കേരളത്തിന് ഇതെന്ത് സംഭവിച്ചു എന്ന് വരെ സംശയിക്കുന്ന തരത്തിലാണ് സാഹചര്യങ്ങൾ പോകുന്നത്. ഡെപ്യൂട്ടി തഹസിൽദാർ എന്നാൽ നമ്മുടെ സർക്കാരിൻ്റെ സർവീസിൽ വളരെ സുപ്രധാനമായ ഒരു തസ്തികയാണ്. ആ തസ്തികയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വിമാന അപകടത്തിൽ മരിച്ച നഴ്സിനെക്കുറിച്ച് അപവാദം പറയുന്നത്, അല്ലെങ്കിൽ അശ്ലീല പരാമർശത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. ഇത്തരം ആളുകളൊക്കെ ഈ സമൂഹത്തിലുണ്ട് എന്നറിയുമ്പോൾ തന്നെ അത് വലിയ വേദനയാണ് നൽകുന്നത്. ഏതായാലും ഈ വിഷയം പൊതുവേദി വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയാണ്. പ്രേക്ഷകരും ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം നമ്മൾ പ്രധാനമായും അറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ അവർക്കുള്ള നിയന്ത്രണങ്ങൾ എന്ത്, അതോ സമൂഹ മാധ്യമങ്ങളിൽ അവരെ പൂർണ്ണമായി വിലക്കണോ, എന്താണ് അവർക്ക് ഉള്ള സ്വാതന്ത്ര്യം, ഇതിനെ സംബന്ധിച്ചൊക്കെ സാധാരണക്കാരായ നമ്മുടെ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രതികരിക്കാവുന്നതാണ്. ഒപ്പം സാധാരണ ആളുകളുടെ പ്രതികരണവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഏതായാലും ഈ വിഷയത്തിൽ ആദ്യം നമുക്ക് കാസർഗോഡ് നിന്ന് KV ബൈജുവിൻ്റെ പ്രതികരണം തേടുന്നുണ്ട്. ബൈജു, അവിടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. എന്താണ് അവിടുത്തെ നാട്ടുകാരും ഇയാളുടെ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ വെള്ളരിക്കുണ്ട് പ്രദേശമൊക്കെ ബൈജുവിന് നല്ലവണ്ണം അറിയാവുന്ന സ്ഥലമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രതികരണം ബൈജുവിനെ തേടി എത്തിക്കാണും. പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? നാട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഏറ്റവും നിലവാരം കുറഞ്ഞ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നത്? എന്താണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ഒരു പശ്ചാത്തലം? തീർച്ചയായും മനുപരത്തെ ഈ വലിയ പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഉയരുന്നത്. അത് ഒരു തർക്കവുമില്ല. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതായത് 153A എന്ന വകുപ്പാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാതീയമായ ഇത്തരത്തിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം, ജാതീയമായ ഇത്തരത്തിൽ പരാമർശം നടത്തി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം, അതുകൂടാതെ സ്ത്രീത്വത്തിന് എതിരെയുള്ള അപവാദ പ്രചരണം, ഇത്തരത്തിൽ നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയായി. അല്പസമയത്തിനകം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ബൈജു, അതിൽ ആ ഘട്ടത്തിൽ ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇയാളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? തനിക്കൊരു തെറ്റുപറ്റി എന്ന ബോധ്യം അയാൾക്കുണ്ടോ? അതോ ഇതൊക്കെ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഏറി വന്നാൽ കുറച്ചു കാലം സസ്പെൻഷനിലാക്കാൻ കഴിയും, അപ്പോഴും ശമ്പളം വാങ്ങിച്ച് സുഖമായി വീട്ടിലിരിക്കാം, പിന്നെ അത് കഴിഞ്ഞ് ജോലിയിൽ തിരിച്ച് പ്രവേശിക്കുമ്പോൾ ബാക്കി തുകയും കൂടി കിട്ടും, അപ്പോൾ ജോലി എടുക്കാതെ പൈസ കിട്ടാൻ കഴിയുന്ന ഒരു വളരെ സുഖകരമായൊരു കാര്യമെന്ന തരത്തിലാണോ? അതോ തനിക്ക് ഈ രാജ്യത്ത് തന്നെ അപമാനകരമായ ഒരു പ്രസ്താവനയാണ് താൻ നടത്തിയത് എന്ന ബോധം ഇയാൾക്കുണ്ടായിട്ടുണ്ടോ? മനു, ആ സംഭവം വിവാദമായതോടെ ഇയാൾ തനിക്ക് തെറ്റുപറ്റിയെന്നും ഈ പോസ്റ്റ് പിൻവലിക്കുന്നു എന്നും ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും പ്രസക്തമല്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഇപ്പോൾ അല്പസമയം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴൊക്കെ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഇതിലുള്ളൊരു പശ്ചാത്താപം ഇയാൾക്ക് ഞാൻ മുഖത്ത് കണ്ടില്ല. മാത്രമല്ല, ഇയാൾ നേരത്തെയും നിരവധി തവണ, അതായത് ചന്ദ്രശേഖരൻ MLA-ക്കെതിരെ ഇതേ രീതിയിൽ ജാതീയമായ അധിക്ഷേപം നടത്തി. അതിനെ തുടർന്നാണ് ഇയാൾ 3 മാസത്തോളം സസ്പെൻഷനിൽ പോകേണ്ട ഒരവസ്ഥ വന്നത്. ആ ഒരു സസ്പെൻഷൻ നടപടി കഴിഞ്ഞ് ജോലിയിൽ തിരിച്ചു കയറിയതേ ഉള്ളൂ. അപ്പോഴൊക്കെയാണ് ഒരു രാജ്യം മുഴുവൻ വലിയ വിഷമത്തോടെ നിൽക്കുന്ന, ഒരു വേദനയോടെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു യുവതി അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഇത്തരത്തിൽ പുറം നാടുകളിലേക്ക് പോകുന്നവരെ ഇത്തരത്തിലൊരു ദാരുണമായി കൊല്ലപ്പെടുന്നു. ആ ഒരു വിവരം കൂടി പുറത്തു വരുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു മിനിറ്റ് ബൈജു അവിടെ തന്നെ നിൽക്കണം. എനിക്ക് ബൈജുവിന്റെ സാന്നിധ്യം കുറച്ച് സമയം കൂടി ആവശ്യമുണ്ട്. രാജേഷ് എന്നൊരു പ്രേക്ഷകൻ നിലമ്പൂരിൽ നിന്ന്
ചേരുന്നുണ്ട്. രാജേഷ്, അവിടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തിരക്കിലാണ്, മുഖ്യമന്ത്രി വരുന്നു, നിങ്ങളുടെ തിരക്കൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ രാജേഷ്, ഇതിപ്പോൾ ബൈജു നമ്മുടെ കാസർഗോഡിലെ സുപ്രധാന ലേഖകനാണ്. ബൈജു പറയുന്നത് ഒരു മുഖഭാവം അയാളുടെ കാണുമ്പോൾ ഒരു കുറ്റബോധവുമില്ല, ഒരു പശ്ചാത്താപവുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ചെയ്യാൻ എന്തുകൊണ്ടാണ് ധൈര്യം വരുന്നത്? അവർക്ക് ഈ സർക്കാരിനെ ഭയമില്ലേ, അതോ ഈ നാടിനെ ഭയമില്ലേ? അവർക്ക് ഈ നാടിനെ ആണ് ഭയപ്പെടേണ്ടത് ആദ്യം. അതാണ് ഇതിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള എന്തും ചെയ്തു കൂട്ടാമെന്നുള്ള ഒരു ധാർഷ്ട്യം പിടിച്ചിട്ട് ജീവിച്ചു പോകുന്നത് അവരൊക്കെ ഒരു മനുഷ്യരാണോ എന്ന് നമ്മൾ കേരള സമൂഹം ചോദ്യം ചെയ്യപ്പെടണം. കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഞാനും ഒന്ന് കയറി നോക്കിയതാണ്. അതിൽ അദ്ദേഹത്തിന്റെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവരും സ്ത്രീകളല്ലേ, അപ്പൊ അവരും ഈ സമൂഹത്തിൽ ജീവിച്ചു പോകേണ്ട ആളുകളല്ലേ. ഇയാളുടെ ദൃശ്യങ്ങൾ നോക്കുക, മുഖഭാവത്ത് താൻ ഒരു തെറ്റ് ചെയ്തതൊന്നുമില്ല, എന്തോ ഇൻസ്പെക്ടർ വന്ന ഉദ്യോഗസ്ഥരെ പോലെയാണ് അയാൾ നടക്കുന്നത്. കണ്ടില്ലേ ആ ദൃശ്യങ്ങൾ? ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു ന്യൂസ് ചാനലിൽ കണ്ടത്, പിന്നെ നമ്മുടെ കളക്ടർ ഇവരെ പിരിച്ചുവിടാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടെങ്കിൽ അത് നമ്മളൊരു കേരള സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വളരെ നല്ലൊരു ഉചിതമായ ഒരു തീരുമാനമാണ്. ഇത്തരം ആളുകൾ രാജേഷ്, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ബൈജു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, നേരത്തെ ചന്ദ്രശേഖരൻ MLA-ക്കെതിരെ സമാനമായ രീതിയിൽ ഇയാൾ ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അന്ന് നടപടി ഉണ്ടായില്ലെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഇതുപോലെ ഒരു MLA എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ആശയപരമായ വ്യത്യാസങ്ങളുണ്ടാകും, അത് കാര്യം. പക്ഷേ ഒരു MLA-യെ അധിക്ഷേപിക്കുക എന്ന് വെച്ചാൽ ആ നാട് തിരഞ്ഞെടുത്ത MLA-യെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെ പ്രവർത്തിക്കും. എന്നിട്ട് ഇയാൾക്ക് ഉദ്യോഗസ്ഥൻ ഇതിൽ ഡെപ്യൂട്ടി തഹസിൽദാറായി തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണിത് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ നിയമത്തിലുള്ള പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ ഒരു സ്വഭാവ ശുദ്ധി വരുത്താനുള്ള ഒരു കാര്യമായിട്ടാണ് സസ്പെൻഷൻ കൊടുക്കുന്നത്. പക്ഷേ ഈ സസ്പെൻഷൻ അല്ല വേണ്ടത് എന്നുള്ളതാണ് ഇതൊന്ന് ബോധ്യപ്പെടുന്നത്. ഇത്തരം ആളുകളെ മുന്നേ ഏതെങ്കിലും ഒരാളെ നമ്മൾ പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം അയാൾക്ക് ഉണ്ടാവുമായിരുന്നില്ല. ഇനി ഇപ്പോഴും തുടർന്നും ഇത് ഒരാളെ ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ അയാളെ വീണ്ടും സംരക്ഷിച്ചു പോവുകയാണെങ്കിൽ നാളെ ഭാവിയിൽ വേറെ ആളുകളും ഇതേപോലെ ചെയ്തു കൂട്ടും. കാരണം നമ്മളെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഇതാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തക്കതായ ശിക്ഷ അയാൾക്ക് കൊടുത്തിട്ട് ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെന്നല്ല ആർക്കും ഇത്തരത്തിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത രീതിയിലുള്ള നിയമ നടപടിയിലേക്ക് ഗവൺമെന്റും നമ്മുടെ സമൂഹവും നീതിന്യായവും എല്ലാം കടന്നു പോകണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. രാജേഷിന്റെ അഭിപ്രായം വളരെ കൃത്യമാണ്. ഇത് വിട്ടുകഴിഞ്ഞാൽ ബൈജു, രാജേഷ് അതാണ് പറയുന്നത്, ഒരാളെ ഇങ്ങനെ ചെയ്ത് പിന്നെ സുഖമായി പോകാൻ അനുവദിച്ചാൽ ഇത് തനിക്കുമാകാം എന്നൊരു ബോധ്യം അടുത്തു വരുന്ന ഉദ്യോഗസ്ഥനും വരികയാണ്. എന്തും ചെയ്യാം എന്നുള്ള ഒരു കാര്യം നേരത്തെ ബൈജു സൂചിപ്പിച്ചല്ലോ. MLA-ക്കെതിരെയും സമാനമായ രീതിയിൽ ഇയാൾ ഇതുപോലെ പരാമർശം നടത്തിയിരുന്നു. അന്ന് എങ്ങനെ ഇയാൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞു എന്നാണ് ബൈജു നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനുപരത്ത് 2024 സെപ്റ്റംബറിലാണ് ആ സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് ജാതീയമായ അധിക്ഷേപം തന്നെയാണ് MLA-ക്കെതിരെ നടത്തിയിരുന്നത്. ഇത് അന്വേഷിച്ച് കളക്ടർ റിപ്പോർട്ട് നൽകുകയും പിന്നീട് ഇയാൾ സസ്പെൻഷൻ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ 9 മാസം മുൻപാണ് ഇയാൾ വീണ്ടും ജോലിക്ക് കയറുന്നതും ഇപ്പോൾ ഈ ഒരു പരാമർശം നടത്താൻ സാഹചര്യത്തിലേക്ക്. നിരവധി ആളുകൾ അത് ഈ പരാതിക്കാരന്റെ തീർച്ചയായും സസ്പെൻഷനെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഒരു പാഠം പഠിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖഭാവത്തിൽ ഒരു മാറ്റവുമില്ല. ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ നിന്നും പോലീസ് വണ്ടിയിൽ കയറ്റുമ്പോഴൊക്കെ കാണാം ഇയാൾ ഏതെങ്കിലും തരത്തിൽ തല കുനിച്ചോ അല്ലെങ്കിൽ ഇതിലൊരു പശ്ചാത്താപമോ എന്തെങ്കിലും പ്രതികരിക്കാനോ മാധ്യമങ്ങളോടോ തനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാനോ ഒന്നും തയ്യാറായില്ല. ഇയാൾ ഈ രീതിയിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അവിടെ വരുന്ന ആളുകളോട് അത് ഏത് രീതിയിലായിരിക്കും ഇയാളുടെ സമീപനം എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ബൈജുവിലേക്ക് ഞാൻ തിരിച്ചു വരാം. ബൈജു, എനിക്ക് ഒരു മിനിറ്റ് ബൈജുവിനോടൊപ്പം തന്നെ വേണം. ശിവദാസൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്, ബാലരാം വരുന്നു. ശിവദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ ഇത്തരം ആളുകളെ, ഇത് ഒരു തഹസിൽദാർ ആയതുകൊണ്ട്, ഡെപ്യൂട്ടി തഹസിൽദാർ ആയതുകൊണ്ട് ഇയാൾക്കെതിരെ നടപടി വന്നു. പേരറിയാത്ത എത്രയോ ആളുകൾ ഇങ്ങനെ ഓരോ തരത്തിൽ എഴുതിയിടുകയാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് വിജയ് രൂപാനിയുടെ പേരും ഇതുപോലെ അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലൊക്കെ എഴുതിയിടുക. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമെന്നാണ് തോന്നുന്നത്? ഇവരെയൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിലക്കണോ? എന്താണ് ചെയ്യേണ്ടത്? സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിന് 9 മാസം സസ്പെൻഷനാണ് കൊടുത്തത്. ശമ്പളത്തോടു കൂടി അദ്ദേഹം കയറി. ഇദ്ദേഹത്തിന് പിരിച്ചു വിടണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു MLA-ക്ക് ആശ്രയിക്കുക, അതേപോലെ അവിടെ ചെല്ലുന്ന അദ്ദേഹത്തിന് മുമ്പ് ചെല്ലുന്ന സാധാരണക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അദ്ദേഹം ഒരു വിലയും കൊടുക്കാറില്ലെന്നാണ് ഞാൻ അറിയിട്ടുള്ളത്. നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ പോരെ, പിരിച്ചു വിടണം സാർ. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ശരി, വ്യക്തമാണ്. അതാണ് ബൈജു,
ഇത് MLA അധിക്ഷേപിച്ചു, 9 മാസം ബൈജു പറഞ്ഞതുപോലെ പുറത്തിരുന്നു. അപ്പോൾ വീണ്ടും വരികയാണ്, വന്ന് വീണ്ടും ഡെപ്യൂട്ടി തഹസിൽദാറായി ഞെളിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു മോശം പരാമർശം എഴുതിയിട്ട ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്ന സ്ത്രീകളോട് ഏത് തരത്തിലായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക? എന്തെങ്കിലും ഒരു കരുണ അവിടെ ഓരോ ആവശ്യങ്ങൾക്കായി വരുന്ന മനുഷ്യരോട് ഇയാൾ കാണിച്ചിട്ടുണ്ടാകും? ഇത് കഠിന ഹൃദയൻ എന്നതിനപ്പുറത്തേക്ക്, ക്രൂര ഹൃദയൻ എന്നതിനപ്പുറത്തേക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഉദ്യോഗസ്ഥൻ എന്ന തരത്തിലേക്ക് കൂടിയല്ലേ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പം ആ നാട്ടിലെ ആളുകൾ എന്താണ് ബൈജു പറയുന്നത്? തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ നിന്ന് ഉയരുന്ന എല്ലാ പ്രതികരണവും അത് തന്നെയാണ്. അല്പസമയത്തിനകം വലിയ പ്രതിഷേധം ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം, വനിതാ ലീഗിന്റെ പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം, അതൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുന്നു എന്നതാണ്. കാരണം അത്രത്തോളം ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തത്. കാരണം ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിൽ ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായെന്നാണ് അതിൽ ഏറ്റവും വേദനാജനകം. പ്രത്യേകിച്ച് മലയോര മേഖലകളിലെ ജനങ്ങളെ സേവിക്കേണ്ട ഒരു പോസ്റ്റ്, വെള്ളരിക്കുണ്ടെന്ന് പറയുന്നത് നമുക്കറിയാം, അത് മലയോര മേഖലയാണ്. അവിടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹാരം കാണേണ്ട ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഹീനമായ ഒരു പ്രവൃത്തി ഉണ്ടായത് എന്നത് തന്നെയാണ് അത്യന്തം വേദനാജനകം. എന്തായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഒക്കെ ഉയരുന്നുണ്ട്. പലരും ഈ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പ്രതിഷേധവുമായി നിരവധി ആളുകൾ എത്തുന്ന സാഹചര്യം എന്നുണ്ടായി. ഏതായാലും ഇയാൾക്ക് സസ്പെൻഷൻ മാത്രമല്ല, ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. എന്തായാലും ജില്ലാ കളക്ടർ ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. ഇയാൾ തുടർച്ചയായ മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി നേരിട്ടിട്ടും ഇത്തരം സംഭവങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കൃത്യമായ പിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ശുപാർശ ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടറുടെ ഒരു ശുപാർശ കൂടി ഇപ്പോൾ പോയിട്ടുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടാവരുത്. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ രീതി ബൈജു ഒരു മിനിറ്റ് കൂടി നിൽക്കണം. ഞാൻ ബൈജുവിലേക്ക് എനിക്ക് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം കൂടി അറിയേണ്ടതുണ്ട്. ഒപ്പം ആ പ്രതിഷേധങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിൽ കാണിക്കും. കാരണം ഇത്തരം ആളുകളെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ ഇതാണ് ഇവരുടെ സ്വഭാവമെന്നും ഇത് അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ഉറക്കെ പറയേണ്ടതുണ്ട്. ഒന്ന്, പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു വിഭാഗമാണ് നേഴ്സുമാർ. കാരണം സാധാരണക്കാരാണ് പൊതുവേദിയുടെ പ്രേക്ഷകർ, സാധാരണക്കാരാണ് പൊതുവേദിയിൽ വിളിക്കുന്നവർ. നമുക്കൊരു ആശുപത്രിയിൽ ചെന്നാൽ നമുക്കെല്ലാ ഘട്ടത്തിലും നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ ഭൂമിയിലെ മാലാഖമാർ എന്നാണ് അവരെ എല്ലാ ഘട്ടത്തിലും ആളുകൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സേവനം ചെയ്യുക എന്നത് അതൊരു ജോലി എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ സേവനമാണ് മനുഷ്യ കുലത്തിന് തന്നെ ചെയ്യുന്നത്. അത്തരം ഒരു നേഴ്സിനെ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ ഇത് പറയാനൊക്കെയുള്ളൊരു ധൈര്യം എങ്ങനെ വരുന്നു? രണ്ടാമത്തെ കാര്യം, പ്രവാസികൾ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ട ആളുകളാണെന്ന്. ഇവിടുന്ന് ഒരാൾ പുറത്തുപോയി അവിടുന്ന് അയാളുടെ സമ്പാദ്യം ഈ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഈ നാട്ടിൽ അത് പല ആളുകളിലേക്ക് എത്തി ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ അത് ഗുണകരമായി തരുന്നൊരു തരത്തിലേക്ക് വരികയാണ്. ഇത്തരം ഒരു സ്ത്രീ കുറിച്ച് ഈ നാടിനെ സംരക്ഷിക്കുന്ന, അതുപോലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് ഒപ്പം എത്തുന്ന ഒരു നഴ്സിനെ കുറിച്ച് പറയാൻ ഈ മനുഷ്യനൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യം അവിടെ വരികയാണ്. ബൈജു പോരുത്, ഞാൻ ബൈജുവിലേക്ക് കൂടി വരാം. ബിനോയ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. ബിനോയ് കൊല്ലത്താണ് വിളിക്കുന്നത്. ബിനോയ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ബിനോയ്, ഈ നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി പെട്ടെന്ന് പോകില്ല, അവരെ എളുപ്പത്തിൽ പിരിച്ചുവിടാൻ കഴിയില്ല, അവർക്ക് പല നിയമ സംവിധാനങ്ങളുണ്ട്, വലിയ അവരുടെ സർവീസ് സംഘടനകളുണ്ട്. അപ്പോൾ അവരെ എല്ലാവരും ഇങ്ങനെ ഭയന്ന് നിന്നോളണം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? എന്താണ് ഇത് ബിനോയ്ക്ക് നൽകുന്ന സൂചന? ഇത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരു തെറ്റായ ഒരു മെസ്സേജാണ് അദ്ദേഹം സമൂഹത്തിന് കൊടുക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് 8 മാസം അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തി എന്നുള്ളത്. പക്ഷെ ഇനി അദ്ദേഹത്തിന് സസ്പെൻഷനോ ഷോക്കോസോ ഒന്നുമില്ല, അദ്ദേഹത്തിനെ പിരിച്ചുവിടുക. ഇദ്ദേഹം ഇതുപോലെയുള്ള നമ്മളെ നാട് മൊത്തം, ഈ കേരളം മൊത്തം വിഷമിച്ച് കണ്ണീരിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള മെസ്സേജുകൾ, നരമ്പ് രോഗി എന്നേ അദ്ദേഹത്തിന് പറയാനുള്ളത്. നരമ്പ് രോഗിയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തെരഞ്ഞു നോക്കുമ്പോൾ ഒന്നീ അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായിരിക്കും, എനിക്ക് തോന്നുന്നു. കാരണം മനസ്സ് ഇത്രയും അതിന് സാധ്യതയല്ല, അങ്ങനെ നമ്മൾ അതിനെ കാണുന്നില്ല. കാരണം പക്ഷേ അദ്ദേഹം മുൻപൊരു ഇടത് MLA-ക്കെതിരെയാണ് അവിടെ ഇതുപോലെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ രാഷ്ട്രീയക്കാർക്കൊക്കെ മുകളിലാണ്, ജനപ്രതിനിധികൾക്ക് മുകളിലാണ്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യം വരുന്നത് ഈ നിയമത്തിന്റെ നൂലാമാലകളിൽ കൂടെ അവർക്ക് രക്ഷപ്പെടാമെന്നുള്ളതുകൊണ്ടാണ്. അപമാനമാണ് അവൻ, അതായത് സംസ്ഥാന ഗവൺമെന്റിനും റവന്യൂ വകുപ്പിനും ഇതുപോലൊക്കെയുള്ള ആളുകൾ അപമാനമാണ്.
അവന്റെ പേര് പവിത്രൻ എന്നുള്ളത് മാറ്റി ആ പാ മാറ്റിയിട്ട് അവിടെ വേറൊരു അക്ഷരമാണ് ചേർക്കേണ്ടുള്ളത്. ഹലോ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പവിത്രൻ എന്ന് പേരുള്ള ഒരാൾ ചെയ്യുന്ന പവിത്ര എന്ന് പേരുള്ള ഒരാൾക്ക് ഒട്ടും യോജിക്കാത്ത ഒരു പരിപാടിയായിപ്പോയി ഇത് എന്നേ പറയാനുള്ളൂ. ബൈജു, എനിക്ക് ഏറ്റവും ഒടുവിലായി ഇത് കോഹിനബിൾസിബിൾ ഒഫൻസ് ആണെന്ന് പറഞ്ഞു. ബൈജു പറഞ്ഞു ഇതിന് പെട്ടെന്ന് ജാമ്യം കിട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. യെസ്, അപ്പോൾ ഞാൻ ബൈജുവിലേക്കും കൂടി വരാം. അപ്പോൾ ബൈജു, അതിൻ്റെ വിവരങ്ങൾ കൂടി എനിക്ക് തരണം. എങ്ങനെയാണ് ഇതിൻ്റെ ഇനി തുടർ നടപടികളെന്ന്. മോഹൻദാസ് ആലത്തൂർ കൂടി വരുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ വളരെ അടുത്തൊരു പ്രേക്ഷകനാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കുറച്ച് സമയം അനുവദിച്ചിട്ട് ഞാൻ ബൈജുവിലേക്ക് വരാം. ശ്രീ മോഹൻദാസ്, ഇത് ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഈ നാടിന് കഴിയുന്നില്ല. എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഞാൻ വിചാരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഒരു നിയന്ത്രണവും എങ്ങനെ അഴിഞ്ഞാടാൻ അവർക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. കാരണം ഇതോട് ബന്ധപ്പെട്ടാണ്. കാരണം ഞാൻ അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ കുടുംബത്തിലെ പലരും റവന്യൂ സർവീസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ. അച്ഛൻ വില്ലേജ് ഓഫീസറായിരുന്നു. അച്ഛൻ്റെ അനിയൻ തഹസിൽദാരായിരുന്നു. പാലക്കാട് കളക്ടറേഷനായിട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ മകള് ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ അവരൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു കുഴപ്പക്കാരൊന്നുമല്ല. വളരെ മാന്യമായിട്ട് സർവീസ് ചെയ്ത് റിട്ടയർ ചെയ്ത് പോയ ആൾക്കാരാണ്. അതുപോലെ ഒരു താലൂക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 8 or 10 പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ്. അത്രയും വൈഡ് ഏരിയകളാണ്. ഇപ്പൊ ആലത്തൂർ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ തഹസിൽദാർക്ക് നല്ല ചുമതലയുണ്ട്. അവരെ അസിസ്റ്റ് ചെയ്യേണ്ട ആളാണ് ഡെപ്യൂട്ടി തഹസിൽദാർ. ഇപ്പൊ ഗസറ്റ് റാങ്കിലുള്ള ആളാണ്. ഈ അടുത്ത് തഹസിൽദാരായി ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്യേണ്ട ഒരു ആളാണ്. ഈ ഒരു മനുഷ്യൻ ഇയാൾ സൈക്കോ ആണ് ശരിക്കും സത്യത്തിൽ പറഞ്ഞാല്. അതിന് മനസ്സിന് എന്താ പറയാ, ഈ തിമിരം ബാധിച്ചൊരു മനുഷ്യനാണ്. അല്ലാണ്ട് ഭ്രാന്തെന്നല്ല പറയാ. ഇത് ഇപ്പൊ എന്തായാലും ജാമ്യം കിട്ടില്ല. കാരണം കോടതി സമ്മതിക്കില്ല. സാധാരണഗതിയിൽ സമ്മതിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി ഉണ്ടാവും, അതുണ്ടാവും, അത് കഴിഞ്ഞാൽ റീഇൻസ്റ്റേറ്റ് ചെയ്യും. ഇപ്പൊ ഇതില് നേരത്തെ ഇയാൾക്ക് ഈ ഇതുണ്ട്. നേരത്തെ ഒരു MLA അയാൾ അവമാനിച്ചു. ഇപ്പൊ ഇതും അതേപോലെ തന്നെയാണ്. അത് മാത്രമല്ല, ഇത് ഗുരുതരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടം മനുഷ്യൻ സഹിക്കില്ല. ഈ നാട് മുഴുവൻ പൊട്ടിക്കരയുകയാണ്. ഒരു സ്ത്രീ അവരുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു വീട് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. ആ വീടിൻ്റെ ഉദ്ഘാടനം നടത്താനായിട്ട് അല്ലെങ്കിൽ അത് തുറക്കാൻ, അതിൽ പാലുകാച്ചലും മറ്റ് കയറി താമസിക്കാനും ഒക്കെയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ ഭാരം ഒരു സ്ത്രീ ഏറ്റെടുക്കുകയാണ്. ഒപ്പം നമ്മുടെ നാടിന് ഒരു പ്രവാസി എന്ന നിലയിൽ നൽകുന്ന സംഭാവന, ഒപ്പം ഈ മാനവ രാശിക്ക് തന്നെ ഒരു നഴ്സ് എന്ന നിലയിൽ അവർ നൽകുന്ന സേവനം. ഇത്ര മഹത്തരമായ ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ, ഇങ്ങനെ എഴുതാൻ എങ്ങനെ കഴിഞ്ഞ? ആ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ത്രീകൾ ഇറങ്ങി വന്ന് പ്രതിഷേധിക്കുന്നതാണ് കേട്ടോ. ആ സ്ത്രീകൾ ഇറങ്ങി വന്ന് പ്രതിഷേധിക്കുകയാണ് ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ. നാട്ടിലെ ആ ഒരു പ്രത്യേക രാഷ്ട്രീയമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും സ്ത്രീകൾ ഇങ്ങനെ കൂട്ടമായി ഇറങ്ങി വന്ന് പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കതിൽ സത്യത്തിൽ അഭിമാനം തോന്നുന്നു. കാരണം സ്ത്രീകൾ ഇതിലെങ്ങനെ ഇടപെട്ട് തുടങ്ങണം. തങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുന്ന ആളുകളെ അങ്ങനെ കയ്യും കെട്ടി ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്ന് പറയാൻ കൂടി അവർക്ക് ധൈര്യം വേണം. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഓഡിയോ കുറച്ച് കേൾക്കാം, അവരെന്താണ് പറയുന്നത്. പിൻവലിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് അത് തികച്ചും സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ മാനത്തിന് തന്നെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തക്കതായ ശിക്ഷ നൽകണമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഈ സസ്പെൻഷൻ ഒരു കാലത്തും പിൻവലിക്കരുതെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിനുണ്ടായ ഇത്രയും കാലം അദ്ദേഹം ഈ സർക്കാർ സർവീസിൽ നിന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിൽ നിന്ന്, എല്ലാ പണവും അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേർന്നു, കുടുംബത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. മരണപ്പെട്ട ആ സ്ത്രീയുടെ കുടുംബത്തോടൊപ്പം അതുപോലെ തന്നെ മുഴുവൻ ആൾക്കാരുടെയും കുടുംബത്തോടൊപ്പം കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ ലീഗ് കമ്മിറ്റി പങ്കുചേരുന്നു, അപലപിക്കുന്നു. നന്ദി. ലീഗ് പ്രവർത്തകരുടെ ഒരു പ്രതിഷേധമാണ്. സ്ത്രീകൾ അവിടെ അവരുടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ സ്ത്രീകൾ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളായിക്കോട്ടെ, ആ പ്രതിഷേധവുമായി വരാൻ അവർ കാണിച്ച ആ ഒരു നല്ല മനസ്സിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. പൊതുവേദി ഏതായാലും അവർക്ക് നമുക്കൊപ്പം ചേരാൻ കഴിഞ്ഞു. പാർത്ഥസാരഥി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പാർത്ഥസാരഥി എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാർത്ഥസാരഥി കേൾക്കാമോ? ഓക്കെ, ശ്രീ പാർത്ഥസാരഥി കേൾക്കാമോ? ഹലോ ശ്രീ പാർത്ഥസാരഥി, ഇത് ഈ നാട്ടിലെ സ്ത്രീകളെ മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ മനുഷ്യരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് വരുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ വിജയ് റുബാനിക്കെതിരെ പോസ്റ്റ് വരുന്നുണ്ട്. രാഷ്ട്രീയമായി അദ്ദേഹത്തോട് വിയോജിപ്പുള്ളവരാണ് ഇത് എഴുതുന്നത് എന്നെനിക്ക് മനസ്സിലാകും. പക്ഷേ ഒരു തെറ്റും ചെയ്യാൻ അല്ലെങ്കിൽ ഒരു തെറ്റും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ,
അവരവരുടെ കുടുംബത്തിൻ്റെ ഒരു ആവശ്യത്തിനായി ജോലിക്ക് പോകും. ആ ജോലിക്ക് പോകുമ്പോൾ അത് നാടിനുണ്ടാക്കുന്ന നേട്ടം ഒരു വശത്ത്, അത് രോഗബാധിതരായ ആളുകൾക്ക് സഹായമാകുന്നത് ഒരു വശത്ത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു എല്ലാം കൊണ്ടും ഈ നാടിൻ്റെ ബഹുമാനവും അംഗീകാരവും പിടിച്ചുപറ്റേണ്ട ഒരു സ്ത്രീയെപ്പറ്റി ഇങ്ങനെ എഴുതാൻ ഒരു ഉദ്യോഗസ്ഥന് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഹലോ, കേൾക്കാം, പറയൂ സാറേ. ഇവന്മാരെയൊക്കെ ചാട്ടവാറിലടിക്കുക. സത്യത്തിൽ അതാണ് ഇവർക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടായതുകൊണ്ട് നമ്മളത് പാലിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ടും എനിക്ക് കേൾക്കാൻ മേല, അതുകൊണ്ടാണ്. ശരി, ഓക്കെ. ഏതായാലും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പാർത്ഥസാരഥി നെടുമുടിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ആളുകളുടെ ഒരു പ്രതിഷേധമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഈ അഹമ്മദാബാദിലെ വിമാനാപകടം ഉണ്ടായപ്പോൾ ഈ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയാണ് അവിടെ ആ വിമാനത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ 3 ദിവസത്തെ അവധിക്ക് ശേഷം അവർ മിനിഞ്ഞാന്ന് UK-യിലേക്കാണ് അവർ പുറപ്പെട്ടത്. അങ്ങനെയാണ് അവർ ഇവിടുന്ന് നെടുമ്പാശ്ശേരി വഴി അവിടെ അഹമ്മദാബാദിലെത്തുകയും ഒക്കെ ചെയ്യുന്നത്. കോഴഞ്ചേരി ആശുപത്രിയിൽ നേഴ്സായി, പിന്നീട് ലീവ് എടുത്താണ് വിദേശത്ത് പോയി ജോലി ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിടുക്ക് നോക്കും. അവിടെ ആ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ വിദേശത്ത് അതിനുള്ള അവസരങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് അവർ സ്വന്തം നിലയ്ക്ക് അങ്ങ് പോവുകയാണ്. അവിടെ പോയി ജോലി ചെയ്ത് ഒരു കരുത്തുറ്റ ഒരു ഭാരത സ്ത്രീയുടെ ശക്തി തന്നെയല്ല നമ്മൾ കാണാൻ കഴിയുന്നത്. ലണ്ടൻ വരെ പോയി ഒറ്റയ്ക്ക് ജോലി ചെയ്ത് അവർ നാട്ടിലേക്ക് അവരുടെ സമ്പാദ്യം അയക്കുന്നു. അതൊരു സേവനം ചെയ്ത് സമ്പാദ്യം അയക്കുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവധി അപേക്ഷ നീട്ടി നൽകാൻ കഴിഞ്ഞ ദിവസം അവർ എത്തിയതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ തിരിച്ചുപോയി നെടുമ്പാശ്ശേരി വഴി അവിടുന്ന് അങ്ങ് അഹമ്മദാബാദിലേക്ക് പോയി അവിടുന്നാണ് ഈ വിമാനം കയറിപ്പോകുന്നത്. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു മകൻ 10ാം ക്ലാസ്സിലാണ്, ഇളയ കുട്ടി 3ാം ക്ലാസ്സിലാണ്. മാത്രമല്ല അമ്മ രോഗിയാണ്. നോക്കൂ, രോഗബാധിതയായ അമ്മയെ മറ്റൊരാളെ ഏൽപ്പിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ആയിരിക്കാം ഒരു വശത്ത് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, ഈ വീടിൻ്റെ ഗൃഹപ്രവേശനം നടത്താൻ ഒക്കെ ആയിട്ട് അവർ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ആ നാടിൻ്റെ ഒരു പ്രതീക്ഷ, ആ വീടിൻ്റെ അങ്ങേയറ്റത്തെ പ്രതീക്ഷ, അങ്ങനെ ഒരു സ്ത്രീയാണ് ഈ വിമാനാപകടത്തിൽ നമുക്ക് നഷ്ടമായത്. അപ്പോൾ അതിനോട് അങ്ങേയറ്റത്തെ ദുഃഖത്തോടു കൂടി ഇരിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഈ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. ദിവാകരൻ തലശ്ശേരിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ദിവാകരൻ, ഈ ആളുകളെ പറ്റി, ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ ദുരന്തത്തിൽ മരിക്കുന്ന ആളുകളെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതി അയക്കാൻ അല്ലെങ്കിൽ എഴുതി വിടാൻ ഈ നാട്ടിലെ ആളുകൾക്ക് എന്താണ് അതിൻ്റെ, തങ്ങൾ പിടിക്കപ്പെടില്ല എന്ന ധൈര്യമാണോ? എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി തോന്നുന്നത്? സാറേ, ഇപ്പോ സാങ്കേതികമായിട്ടുള്ള എല്ലാ ഇതുണ്ട്, വിദഗ്ധരെല്ലാം കണ്ടുപിടിക്കും. പക്ഷെ അതെല്ലാം ഒരു ശരിയില്ല. ഒരു മനുഷ്യത്തെല്ലാം പക്ഷിമൃഗാദികൾക്ക് ബുദ്ധിയില്ല, മനുഷ്യന്റെ ബുദ്ധിയും പകതിരുമുണ്ട്. പിന്നെ സാറേ, അധികൃതരുടെ ഗുരുതരമായ പിഴവും അനാസ്ഥയും കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീകരമായ ഇൻസിഡന്റ് സംഭവിക്കുന്നത്. വിദഗ്ധരായ എഞ്ചിനീയേഴ്സ് ഇൻസ്പെക്ഷൻ ചെയ്ത്, അതായത് സൂക്ഷ്മമായി ഇൻസ്പെക്ഷൻ ചെയ്ത് ഈ ദാരുണ്യമായ സംഭവങ്ങൾ ഒരിക്കലും വരില്ല. അതായത് അവർക്ക് സൈക്കോളജിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നോക്കണം ആ ടൈമിന്, പൈലറ്റോ അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള എഞ്ചിനീയേഴ്സിന്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നോക്കണം. നമ്മളിപ്പോൾ അടിതെറ്റിയാൽ ആനയും വീഴും, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, എത്രയും ബിൽഡിംഗ് എല്ലാം അടിതെറ്റിയാൽ വീഴുന്നില്ല. അതേപോലെ ഇനി ഇങ്ങനെയുള്ള സംഭവിക്കാണ്ടിരിക്കുക. അതായത് ഈ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന കൂട്ടർ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ന്യൂസ് മലയാളം ഫേമസ് ആയിട്ടുള്ള ഈ ചാനൽ കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദ ആണ്. ഇനിയെങ്കിലും അഡ്വർടൈസ്മെന്റെല്ലാം വന്ന് നല്ല ഉയരത്തിലെത്തട്ടെ. എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ജനങ്ങളായിട്ടുള്ള സംവാദം ചെയ്യുന്ന, ഈ ഡിബേറ്റ് ചെയ്യുന്നത് ഈ ഒരു ന്യൂസ് മലയാളം ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പം ജനങ്ങളല്ലേ വേണ്ട, ജനകീയ കോടതിയല്ലേ വലുത്, ദൈവത്തിന്റെ. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ചന്ദ്രൻ നായർ, ഈ ഡ്രീം ലൈനർ വിമാനം ആദ്യമായി ഇന്ത്യയിൽ നിന്ന് പറന്നുയരുമ്പോൾ ആ വിമാനത്തിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഡൽഹിയിൽ, ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള ഡൽഹിയിൽ നിന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ ഈ വിമാനത്തിൻ്റെ ആദ്യ യാത്രയിലുണ്ടായിരുന്നു. ഒരു രാജ്യം വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇംഗ്ലണ്ടിൽ ഞങ്ങൾ ചെന്നിറങ്ങിയത്. അവിടെ ഈ വിമാനത്തിൻ്റെ ലോഞ്ച് അവിടെ വെച്ച് നടക്കുമ്പോൾ നമ്മുടെ രാജ്യം വലിയൊരു യാത്രാ സൗകര്യം അതിൻ്റെ സഞ്ചാരികൾക്ക് നൽകുന്നു, അവിടേക്ക് വരുന്ന ആളുകൾക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കഴിയുന്ന ബിസിനസ് ക്ലാസ്സിനുമൊക്കെ നൽകുന്നു എന്നൊക്കെയുള്ള വലിയ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി അജിത് സിംഗ് ഈ വിമാനത്തെ ഇംഗ്ലണ്ടുകാർക്ക് അവതരിപ്പിച്ചത്. അതിൻ്റെ വാർത്തകളൊക്കെ എടുത്ത്
ഞങ്ങൾ മടങ്ങുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഒരു പ്രതീക്ഷയായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ വ്യോമയാന മേഖലയിലെ വലിയ നാഴികക്കല്ല് എന്നാണ് ഞങ്ങളിതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ എനിക്കൊപ്പം അന്ന് നമ്മുടെ 24 ന്യൂസ് ചാനലിലെ ദീപക് ധർമ്മടം ഉണ്ടായിരുന്നു. ആ വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ദീപക് ധർമ്മടം അന്ന് എന്നോട് പറഞ്ഞു നമുക്ക് ഒരു കോട്ടൊക്കെ ഇട്ട് കയറണം എന്ന് പറഞ്ഞു. കാരണം ആ വിമാനത്തിൻ്റെ ഒരു വലിയ വലിപ്പവും പ്രൗഢിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് ആണ് ആ വിമാനത്തിലേക്ക് കയറിയത്. പക്ഷേ ആ വിമാനം കഴിഞ്ഞ ദിവസം തകർന്നു വീണു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അത് വ്യക്തിപരമായൊരു വിഷമം കൂടിയായി. വാർത്തകളിൽ എപ്പോഴും ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ പലതരം വിഷമമുള്ള വാർത്തകൾ വരും. പക്ഷേ ഇത് അടുപ്പമുള്ള ഒരു ആളുകൾ, കുറേ കൂടി അടുപ്പമുള്ള ആളുകൾക്കൊരു അപകടം പറ്റിയ പോലെ ഒരു ഫീലിംഗാണ് ഉണ്ടായത്. അതിലൊരു മലയാളി ഉൾപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് ആരാണെന്ന് പെട്ടെന്ന് അന്വേഷിക്കുകയും അത് ഒരു നഴ്സിംഗ് മേഖലയിലുള്ള ആളാണ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ വേദനയും തോന്നുകയാണ്. കാരണം ഒരു സ്ത്രീ, പ്രത്യേകിച്ച് നഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അവർ ഈ നാടിന് നൽകുന്ന, ഈ ലോകത്തിന് നൽകുന്ന സംഭാവന എന്താണെന്ന്. എത്രയെത്ര മനുഷ്യരുടെ ജീവിതത്തിൽ സാന്ത്വനമായി തഴുകിപ്പോയവരായിരിക്കും ഒരു നഴ്സ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ചന്ദ്രൻ നായരും ചില സന്നദ്ധ പ്രവർത്തനങ്ങളിലുള്ള ഒരാളാണ്. അപ്പോൾ ഒരു നഴ്സിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ശ്രീ ചന്ദ്രൻ നായർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ഈ മനുഷ്യന് എങ്ങനെ കഴിഞ്ഞു? നമ്മുടെ PSC ഒക്കെ ഇവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റാണോ? എന്താണ് ശ്രീ ചന്ദ്രൻ നായർക്ക് തോന്നുന്നത്? മനുസാർ, ഞാൻ വളരെ ചുരുക്കി പറയാം. മനുസാർ, ആദ്യമായിട്ട് വിമാനാപകടത്തിൽ നമുക്ക് നഷ്ടമായ പുല്ലാട് രഞ്ജിതയുടെയും മറ്റു മരണമടഞ്ഞ എല്ലാവരുടെയും കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖം പങ്കിടുന്നു. പവിത്രൻ, ഈ പേര് ഇട്ടവരെയും അപമാനിക്കുന്ന പേരാണ് സാർ. ഈ പവിത്രൻ എന്നുള്ള പേരിട്ട് അവരെ പോലും അപമാനിക്കുന്ന, ജനങ്ങളുടെ നികുതി പൈസ വാങ്ങിക്കൊണ്ട് ഇയാളെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ വിമാനത്തിന്റെ കാര്യം പറയട്ടെ സാർ. എയർ ഇന്ത്യ വിമാനം സർക്കാരിൽ നിന്നും ടാറ്റ ഏറ്റു വാങ്ങിയതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ കോടി രൂപ ലാഭമാണെന്ന് പറഞ്ഞ് അവർ സന്തോഷപ്പെട്ടതാണ്. അതൊരു അറം പറ്റിയ വാക്കുപോലെ ആയിപ്പോയി സാർ. ആ വിമാനം തന്നെ, അതേ വിമാനം തന്നെ അതായത് അവരുടെ 3 വിമാനം വാങ്ങിച്ചു. അതിൽ ഒരു വിമാനത്തിലാണല്ലോ ഈ അപകടം ഉണ്ടായേ. അവർ എല്ലാ മാധ്യമങ്ങളിലും കൊടുത്തിരുന്നു സാർ, ഭയങ്കര ലാഭത്തിലാണ് പോകുന്നത്. ഒരു അറം പറ്റിയതുപോലെ ആയി സാർ. ഞാൻ കൂടുതൽ സമയം അപഹരിക്കുന്നില്ല സാർ. യെസ്, വളരെ വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ പല പ്രേക്ഷകരും എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയും. ജയകുമാറിൻ്റെ അഭിപ്രായത്തിൽ ഇയാളെ ടെർമിനേറ്റ് ചെയ്യണമെന്നാണ്. ലാലൻ എന്നോട് പറയുന്നത് ഇതൊക്കെ ഈ വലിയ ജോലിയുടെ ധാർഷ്ട്യമാണ് ഇയാൾ കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അരുന്ധതി, നമ്മുടെ സ്ഥിരം പൊതുവേദിയുടെ പ്രേക്ഷകരാണ്, എന്നോട് നമസ്കാരം പറയുന്നുണ്ട്. അരുന്ധതി നമസ്കാരം. അപ്പോൾ പിരിച്ചുവിടണമെന്നാണ് അരുന്ധതിയും പറയുന്നത്. ശിവാനന്ദൻ പറയുന്നു മനുഷ്യവർഗത്തിന് അഭിമാനം വരുത്തി ഇവൻ നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇവൻ ജീവിക്കുന്നതെന്നാണ് ഏറ്റവും അപമാനം വരുത്തിയ ഇയാളുടെ പരിപാടി. നമ്മുടെ നികുതി പണം എടുത്താണല്ലോ ജീവിക്കുന്നത് എന്നതാണ് നമ്മുടെ ദുഃഖം എന്ന് എന്നോട് ശിവാനന്ദൻ ശിവ പറയുന്നു. ഇയാൾ മലയാളിയുടെ ഒരു പ്രതിനിധിയാണ് എന്ന് ഹരികൃഷ്ണൻ മുത്തലങ്ങാട്ട് എന്നോട് പറയുന്നു. ഭൂരിപക്ഷം മലയാളികളും ഇങ്ങനെയാണ്. ഭൂരിപക്ഷം മലയാളികൾ ഇങ്ങനെയല്ല, പക്ഷേ ഇങ്ങനെയും മലയാളികളുണ്ട് എന്നത് ശരിയാണ്. കയ്യെത്തും ദൂരത്തിൽ മാത്രം സഭ്യത എന്നതാണ് മലയാളിയുടെ രീതി എന്ന് പറയുന്നു. ഷാജി ഭാസ്കർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷാജിക്ക് എൻ്റെ നമസ്കാരം. ഗോപാൽ എന്നോട് പറയുന്നത് എത്ര നികൃഷ്ട ജീവിയാണ് അയാൾ എന്ന് പറയുന്നു. അയാളുടെ വീട്ടിലുള്ള അമ്മ, ഭാര്യ, മകൾ, മറ്റുള്ളവർ എല്ലാം ഇയാളെ എങ്ങനെ വിലയിരുത്തും എന്ന് പറയുന്നു. പ്രദീപ് കുമാർ എന്നോട് ഗുഡ് ഈവനിങ് മിസ്റ്റർ മനു, ദ എൻറ്റയർ പൊതുവേദി മെമ്പേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഗുഡ് ഈവനിങ് മിസ്റ്റർ പ്രദീപ്. ഒപ്പം സദീപ് ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സദീപ് ബാബുരാജ്, ഹായ് നമസ്കാരം. ദിസ് മാൻ നോട്ട് ഡിസർവ്സ് humanity, his mind so full of negativity. In this subject, his job will be dismissed and I believe your health is better എന്ന് പറയുന്നു. അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്. അവർക്ക് ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി. ഏതായാലും സദീപ് ബാബുരാജ് ന്യൂസ് 18 പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. നമ്മുടെ അവരുടെ ഭർത്താവും എന്നതുകൊണ്ട് തന്നെ അവർ പൊതുവേദിയിൽ ചേരുമ്പോൾ ഒരു സന്തോഷമാണ്. ഏതായാലും എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട സന്തോഷം എന്ന് ഞാനും പറയുന്നു. പക്ഷേ സദീപ് ബാബുരാജ് ചൂണ്ടിക്കാണിച്ച ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇയാൾക്ക് ഒരു മനുഷ്യത്വവും അർഹിക്കാത്തൊരു മനുഷ്യനാണ്. ഇത്തരം ആളുകളെ നമുക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം എന്നാണ് സദീപ് ബാബുരാജ് പറയുന്നത്. ഷാജി ഭാസ്കർ ബിനോയെ വിമർശിക്കുന്നുണ്ട്. രവിശങ്കർ പറയുന്നു ഇത്രയും നീചനാണ്, രാഷ്ട്രീയവും ഒരു ഘടകം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ബാംഗ്ലൂർ ട്യൂബ് എന്നോട് പറയുന്നു KT ജലീൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ധാർമ്മിക വിദ്യാഭ്യാസം ലഭിച്ച നമ്മുടെ ആളുകളാണ് മയക്കുമരുന്ന്, കഞ്ചാവ് എന്നീ കേസുകളിൽ വരുന്നത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കണം എന്ന് പറയുന്നു. ഓൺലൈൻ അധിക്ഷേപത്തിലും ഇവർ തന്നെയാണ് മുന്നിൽ. ഗുജറാത്ത് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചവരും സ്മൈലി ഇടുന്നവരും ഒരേ വിഭാഗക്കാരാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാനൊരു വീഡിയോ വിജയ് റുപാനിയെക്കുറിച്ച് ചെയ്തിരുന്നു. കാരണം ഞാൻ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ചെല്ലുകയും രാജ്കോട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കവർ ചെയ്യുകയും ഒക്കെ, അദ്ദേഹത്തിന് മാത്രമല്ല അന്ന് അവിടെ മത്സരിച്ച എല്ലാവരുടെയും
തെരഞ്ഞെടുപ്പ് പ്രചരണം കവർ ചെയ്തിരുന്നു. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്നത് അന്ന് ഇന്ദ്രാണി രാജ്ഗുരു എന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് വിട്ട് AAP പോയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും അന്ന് വലിയ രാജ്കോട്ട് ഈസ്റ്റിലെ MLA ആണ് തൻ്റെ സ്ഥാനം രാജിവെച്ച് വിജയ് റുബാനിക്കെതിരെ മത്സരിക്കാൻ രാജ്കോട്ട് വെസ്റ്റിലേക്ക് വരുന്നത്. അങ്ങനെ ആ മത്സരം തീവാറും മത്സരമായിരുന്നു. അത് ഗുജറാത്തിൻ്റെ മൊത്തം തെരഞ്ഞെടുപ്പ് കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഞാൻ അവിടെ ചെന്ന് റുബാനിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. കാരണം വിദ്യാർത്ഥി പരിഷത്തിലൂടെ എത്തുന്നു 70കളിൽ. പിന്നീട് അദ്ദേഹം അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നു. തുടർന്ന് ജനസംഘത്തിൻ്റെ പ്രവർത്തകനാകുന്നു. RSSൻ്റെയൊക്കെ മുഴുവൻ സമയ പ്രവർത്തകനായി സേവനമനുഷ്ഠിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളൊക്കെ അലങ്കരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് വളരെയധികം പിന്തുണ നൽകുന്ന ഒരു സ്ത്രീയാണ് എന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ആ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അങ്ങനെ ഒരു അവരുടെ ഒരു മിടുക്ക് കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ ആ പ്രവർത്തനം നടക്കുകയും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടെ പലതരത്തിലുള്ള ആളുകൾ, അപ്പോൾ ജിഗ്നേഷ് മേവാനിയും അതുപോലെ ഹാർദിക് പട്ടേലും ഒക്കെ അവിടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെയും സൗമ്യമായി ഗുജറാത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു നേതാവാണ് വിജയ് റുബാനി. പക്ഷേ അദ്ദേഹത്തിനെ മരിക്കുമ്പോഴും അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ ചെയ്ത ആ വീഡിയോയുടെ താഴെ പോലും വന്ന് ഇതുപോലെ മോശം പരാമർശങ്ങൾ ഇടാൻ കഴിയുന്നു ആളുകൾക്ക് എന്നുള്ളതാണ് എന്നെയും അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു നഴ്സിന് എന്ന് പറയുമ്പോൾ വിജയ് റുബാനിയോട് ഒരുപക്ഷെ രാഷ്ട്രീയമായ വിദ്വേഷമുണ്ടാകാം, അദ്ദേഹം BJPക്കാരനായതുകൊണ്ട് വലിയ ചിലർക്ക് അടുത്ത വിയോജിപ്പുണ്ടാകാം. പക്ഷേ ഒരു നഴ്സിനോട് ഒരു കാരണവശാലും ലോകത്തൊരു മനുഷ്യനും വിയോജിപ്പ് തോന്നാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് നഴ്സുമാർ. അത്തരം ആളുകളോട് ഇതെങ്ങനെ കഴിയുന്നു എന്നാണ്. എന്നോടൊപ്പം പ്രദീപ് കൂടി ചേരുന്നുണ്ട്. പ്രദീപ് ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോയില്ല, തിരുവനന്തപുരത്തുണ്ട് അല്ലേ? നമസ്കാരം മിസ്റ്റർ മനു. ഞാൻ നാട്ടിലുണ്ട്. അതെ 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 അതെ. അപ്പോൾ ഏതായാലും പ്രദീപ് ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നാട്ടിൽ പിന്നെ അവധിക്കാലം ഉല്ലാസത്തിലാണ്. ഏതായാലും ഇതൊക്കെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ദുഃഖവാർത്ത വരുന്നത്. അപ്പോൾ പ്രദീപിന് അറിയാവുന്നതുപോലെ ഈ വിമാനത്തിൻ്റെ ആദ്യ യാത്രയിലുള്ള ഒരാളായിരുന്നു ഞാനും. വൈകാരികമായി എനിക്കൊരുപാട് വിഷമമുണ്ടായൊരു സംഭവമാണ്. രണ്ടാമത് ഈ വിജയ് റുബാനിയെയും അന്നത്തെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഇന്ദ്രാണി രാജ്ഗുരുവിനെയൊക്കെ അവിടെ പോയി കാണാൻ കഴിയുകയും അവരുടെ ഇലക്ഷൻ കവർ ചെയ്യുന്നതൊക്കെ ചെയ്തതിൻ്റെ ഓർമ്മകൾ വീണ്ടും തികട്ടി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ മറ്റെല്ലാം കൊണ്ടും ഒരു ദുഃഖവാർത്ത, അതിനോടൊപ്പം അതിനേക്കാൾ അത് ഹൃദയത്തിൽ സ്പർശിക്കുന്നൊരു ദുഃഖം. ഈ ഘട്ടത്തിലും ഈ ചില ആളുകൾക്കൊക്കെ ഇതിങ്ങനെ എഴുതി അവരെ മോശമാക്കി ഇങ്ങനെ ഇടുമ്പോൾ അതിലൊരു സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടാണ് പ്രദീപ്? നമസ്കാരം മിസ്റ്റർ മനു. ആദ്യം ഞാൻ ഈ നഷ്ടപ്പെട്ട 240 സംതിങ് അവരുടെ ആ ദുഃഖത്തില്, അവരുടെ കുടുംബത്തോടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഞാൻ നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്ലൈറ്റും ഒരിക്കൽ ക്രാഷ് ലാൻഡിങ്ങിന് വേണ്ടി വന്നതാണ്. എന്തോ ഭാഗ്യവശാൽ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിക്കാതെ ലൈറ്റ്ലി എസ്കേപ്പ് ആയി. സോ എന്റെ ഒരു കഥ ഇന്നത്തെ ഈ സബ്ജക്ട് എന്ന് പറയുന്നത് മിസ്റ്റർ മനു, ഞാൻ ദൂരം ഒന്നും പോണില്ല, പുറത്തൊന്നും പറയില്ല, അത്രയ്ക്കധികം വിവരദോഷികളുണ്ട്. ഈ പൊതുവേദിയിൽ സംസാരിക്കുന്ന ഓരോ വ്യക്തികളും അല്പമെങ്കിലും മാന്യതയും സമൂഹത്തിൽ അറിയുന്നവരൊക്കെ ആണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഇവിടെ പോലും വന്ന് ഓരോ വ്യക്തികളെ ഞാൻ താഴെ കമന്റ് റൂമിലൊക്കെ വല്ലപ്പോഴും കാണാറുണ്ട്. അവിടെ സ്ത്രീകളെന്ന് പോലും നോക്കാതെ നമ്മുടെ ഈ പൊതുവേദിയിൽ സംസാരിക്കുന്ന സ്ത്രീകൾ അനാവശ്യം പറയുന്നില്ലേ മിസ്റ്റർ മനു? ഈ പൊതുവേദിയിൽ സംഭവിക്കുന്ന ഓരോ നാക്കുപിഴ, ആരുടെയെങ്കിലും വായിൽ വരുന്ന ഓരോ നാക്കുപിഴയെ എടുത്തുകൊണ്ട് അവരവർക്കുള്ള ഓരോ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട് അതിനെ വളരെ പുച്ഛമായി മ്ലേച്ഛമായി പറയാറില്ലേ? ആ വ്യക്തികൾ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ നല്ലവനാണെന്ന് പറയാറില്ലേ? പിന്നെ ഓരോ വാക്കുകൾ അവനവനും വരും. കഴിഞ്ഞ ദിവസം എന്നെ തിരുത്താൻ വന്ന ഒരു സുഹൃത്ത് ഫഫ യൂണിവേഴ്സിറ്റി ഇസ്രായേൽ എന്നാ പറഞ്ഞ, ഫഫ അല്ല ഹൈഫ. ഓക്കെ, തിരുത്താനാണെങ്കിൽ എല്ലാരെയും തിരുത്തേണ്ടി വരും. എനിക്കും വരും ഒരുപാട് വാക്കുപിഴകൾ. മാധ്യമ പ്രവർത്തകര്, ഈ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നത് മെനു, നമ്മുടെ ജീവിതമൊക്കെ വളരെ ചെറുതാണ്. ഈ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യണ ഓരോരുത്തർക്കും അറിയാം. ആ വ്യക്തിയും ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്ത് ഇവിടെ എന്നെ ആളുകൾ അധിക്ഷേപിക്കുന്നതിലൊന്നും എനിക്കൊരു കാരണം എന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നവർ 1000 ഉണ്ടെങ്കിൽ അധിക്ഷേപിക്കുന്നവർ 2 പേരുള്ളേ ഉള്ളൂ എന്നതാണ് എന്റെ സന്തോഷം, എന്റെ അഭിമാനം. എനിക്ക് എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മോഹൻദാസ് ആലത്തൂർ തിലകനെ കാണാനില്ല.
അങ്ങനെ പ്രദീപ് അല്ലെങ്കിൽ കുറെ പേരുണ്ട്, വലിയ പട്ടികയുണ്ട്. ഇല്ല, അപ്പോൾ എന്നെ അവരെ അധിക്ഷേപിക്കുന്നവരോടും വ്യക്തിപരമായി എനിക്ക് വളരെ അടുത്ത ഇല്ല, ഇഷ്ടപ്പെട്ടവർ, ജയചേച്ചി ആകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ 100,000 ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സ്നേഹ അഭിവാദ്യങ്ങളാണ് എന്നെ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതെ അല്ല ഞാൻ ഒരു സെറ്റ് അധികം തീർപ്പിക്കുന്നില്ല. എനിക്ക് പ്രിയപ്പെട്ടതാണ് ഈ ജയചേച്ചി. ഈ ജയചേച്ചി എനിക്ക് തോന്നുന്ന ഒരു 10-65 വയസ്സുള്ള ഒരു NRI ആണ്. അവരെ പോലും തെറി വിളിക്കുന്നേ. ഞാൻ പറയുന്ന നിങ്ങൾ എന്തിനാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു ജീവിതം എന്നുള്ളത്? എന്നെ നിങ്ങൾ പറഞ്ഞോളൂ, പരിഹസിച്ചോളൂ, നിങ്ങൾ എന്റെ ക്വാളിഫിക്കേഷൻ അന്വേഷിച്ചോളൂ, എനിക്കത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വ്യക്തിപരമായ ഒരു ഇതിലേക്ക് ഞാനിത് പ്രദീപ് എടുത്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോട്ടെ സാറേ, ഞാൻ ഏതായാലും നമുക്ക് പ്രദീപ് ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പൊതുസമൂഹം വേദനിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല. പൊതുരംഗത്തുള്ളപ്പോൾ ചിലപ്പോൾ എന്നെ പറ്റി വിമർശിക്കാം, എൻ്റെ അഭിപ്രായങ്ങളെ പരിഹസിക്കാം. അതൊക്കെ സ്വാഭാവികമായി ആളുകൾക്ക് ചെയ്യാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വേദിയിൽ നിൽക്കുന്നത്. എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്ന അഭിപ്രായവാദം എനിക്കില്ല. എല്ലാവരും എന്നെപ്പറ്റി പ്രശസ്തി ഗാനങ്ങൾ എഴുതണം എന്ന് അഭിപ്രായം എനിക്കില്ല. വിമർശിക്കുന്നവരുടെ സ്നേഹവും അതുപോലെ എതിർക്കുന്നവരുടെ തലോടലും ഒക്കെ നമുക്ക് ഒരേപോലെ സാന്ത്വനവും കരുത്തുമാവുകയാണ്. അപ്പോൾ ജയകുമാർ എന്നോട് നമസ്കാരം പറയുന്നുണ്ട്. ഗ്ലാഡിയേറ്റർ പറയുന്ന നായരെ ചീത്ത വിളിച്ചാൽ ദളിത് സ്നേഹി അവാർഡ് കിട്ടും എന്ന് കരുതി പറഞ്ഞതാണ്, ഇലക്ഷൻ ആയതുകൊണ്ട് പണിപാളി എന്നാണ് ഗ്ലാഡിയേറ്റർ പറയുന്നത്. അങ്ങനെ ജാതിപരമായ ഒരു സ്പർദ്ധയുണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് നടന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ബാബു ശങ്കർ പറയുന്നു, ഇവനെ കാല് പിടിച്ച് ഭിത്തിയിലടിക്കാൻ കേരളത്തിൽ ആരുമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രഘുനന്ദനൻ എന്നോട് പറയുന്നു, മോശമായ രീതിയിൽ ആരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് നല്ലതല്ല. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നിങ്ങൾക്കറിയാവുന്ന പോലെ രഘുനന്ദനൻ തിരുമുല്ലവാരം. അപ്പോൾ സെബാസ്റ്റ്യൻ ജർമേൽ ഇദ്ദേഹം സംഖ്യയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കില്ല കേട്ടോ, എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ആ രാഷ്ട്രീയത്തിൻ്റെ അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്യുന്നവരെ എല്ലാ സംഖ്യകൾ എന്ന് വിളിച്ച് പരിഹസിക്കുന്നതിൽ ശരിയല്ല. ഓക്കെ, ജനങ്ങൾ മറക്കുമ്പോൾ രാഷ്ട്രീയ സ്വാധീനത്തിൽ അവൻ വീണ്ടും ജോലിയിൽ കയറും എന്ന് രവിശങ്കർ ഓർമ്മിപ്പിക്കുന്നു. പാപ്പച്ചൻ ഡിയും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നു. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്, ഒരു ഷോർട്ട് ബ്രേക്ക്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ദേ പോയി ദാ വന്നു. യെസ്, പൊതുവേദി തുടരുന്നു. ഖത്തറിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കിപ്പം ചേർന്നുണ്ട്. പക്ഷേ എനിക്ക് ആ പേര് കാണാൻ കഴിയുന്നില്ല. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീലക്ഷ്മി, യെസ്, ശ്രീലക്ഷ്മി ഖത്തറിൽ നിന്നാണ് നമുക്കിപ്പം ചേരുന്നത്. ശ്രീമതി ശ്രീലക്ഷ്മി, ഈ നമസ്കാരം. നമസ്കാരം. ഈ ഇങ്ങനെയൊരു വാർത്ത, അതായത് ഒരു അപകടം സംഭവിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ സ്വാഭാവികമായും എല്ലാവരെ പോലെ താങ്കളും വിഷമിച്ചു കാണും. പക്ഷേ അതിന് അങ്ങനെയുള്ള ഒരു വിഷമഘട്ടത്തിൽ ഇതുപോലെ ഒരു സ്ത്രീയെക്കുറിച്ച് അപവാദം എഴുതാൻ ആളുകൾ വരുന്നു. രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് എഴുതുന്നു, വിജയ് റുബാനിയെക്കുറിച്ച് എഴുതുന്നു, അത് ഈ സ്ത്രീയെക്കുറിച്ചും എഴുതുന്നു. ഇവരൊരു നഴ്സാണ്, പ്രവാസിയാണ്. ശ്രീമതി ശ്രീലക്ഷ്മി ഇത്തരക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താണ് അവരോട് പറയാനുള്ളത്? ഞാനൊരു പ്രവാസിയാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാനൊരു പത്തനംതിട്ടക്കാരിയും കൂടാണ്. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ മരിച്ചവര് ഫ്ലൈറ്റ് അപകടത്തിൽ മാത്രമല്ല, അതിനോടൊപ്പം മരിച്ചവർക്ക് എല്ലാവർക്കും നമ്മൾ അനുശോചനമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതുപോലുള്ളവര് സർവീസിൽ ഇരിക്കാനേ പാടില്ല. കാരണം ഇവരൊരു ഗവൺമെന്റ് ജോലിക്കാരനാണ്, അയാൾ ഇതിനു മുന്നേ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം ആ കാസർഗോഡുള്ള സ്ത്രീകളുടെ പ്രതിഷേധം വളരെയധികം പറയേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് ഒരു രീതിയിൽ പോലും ജോലിയിൽ തുടരാനുള്ളൊരു അർഹതയില്ല. എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അതിന് നടപടി എടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുള്ളൂ. പണ്ടൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി സംരക്ഷിക്കാൻ വളരെ ഒതുങ്ങിയൊക്കെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. തങ്ങൾക്ക് എന്തും ചെയ്യാം, ആരും ഒന്നും ചോദിക്കില്ല. ഇതൊരു പ്രിവിലേജ്ഡ് ക്ലാസ് ആണ്. ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾക്കതിന് സംഘടനയുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഞങ്ങളെ രക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന തോന്നൽ ഇവർക്കുണ്ടോ? ശ്രീമതി ശ്രീലക്ഷ്മി ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്ത ഒരാളാണ്. 18 വർഷമായി ഞാൻ ഗൾഫിലായിട്ട് തന്നെ. നമ്മൾക്ക് ഇപ്പോഴും നാട്ടില് വലിയ മെച്ചപ്പെട്ട ജീവിതം ഒന്നും അല്ല ഉള്ളത്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ളിടത്തൊക്കെ പോകുന്ന പല ക്ലൈമറ്റുകളാണ്, ചൂട്, തണുപ്പ്, ഇതെല്ലാം അതിജീവിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളുടെ ഒരു അവസ്ഥയും കൂടെ മനസ്സിലാവണം. ഓരോരുത്തരും, പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും, കഷ്ടപ്പെട്ട് കുടുംബം നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആരെ അപമാനിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. പുള്ളിക്ക് ഈ ജോലിയിൽ തുടർന്നു പോകാൻ യാതൊരു അർഹതയുമില്ല. വീട്ടിലെ സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ പുള്ളിക്കും. അപ്പം അവരൊക്കെ എത്ര ഇതിൽ വേദനിക്കുന്നുണ്ട് അതോ എന്താണെന്ന് നമുക്കറിയില്ല. അതില് വളരെയധികം ദുഃഖമാണ് ഈ കാര്യത്തിൽ. എത്രയും പെട്ടെന്ന് പുള്ളിയെ പിരിച്ചുവിടാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. യെസ്, വ്യക്തമാണ്. അപ്പോൾ ഖത്തറിൽ നിന്ന് ശ്രീമതി ശ്രീലക്ഷ്മിയാണ്. നമുക്കറിയാം, ഒരു പ്രവാസി എന്ന നിലയിൽ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യുന്നു.
അതിൻ്റെ നേട്ടം ഈ നാടിനാണ് എന്ന് എല്ലാ ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അത് ഇങ്ങോട്ടേക്ക് അവർ എത്തിക്കുന്ന സമ്പാദ്യം അത് ഈ നാടിൻ്റെ പുരോഗതിക്കാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ യൂട്യൂബ് നമ്മുടെ രഘുനന്ദൻ തിരുമുല്ലവാരത്തിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുണ്ട്. കാരണം ആ പ്രതികരണം നന്നായി എന്ന് പറയുന്നു. പ്രദീപ് കുമാർ യുവർ അബ്സല്യൂട്ട്ലി റൈറ്റ് മനു എന്ന് പറയുന്നു. ടേക്ക് കെയർ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ഈ യൂട്യൂബിൽ എന്നോട് പങ്കുവയ്ക്കുന്നത് ഈ പ്രശ്നമൊക്കെ കഴിയുമ്പോൾ ഈ വിവാദമൊക്കെ കെട്ടടങ്ങുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ വളരെ പതുക്കെ ഒരു ജോലിയിലേക്ക് തിരിച്ചു കയറുന്നൊരു സാഹചര്യം ഉണ്ടാകും. വെള്ളരിക്കുണ്ടാണ് ഇപ്പോൾ ഇയാൾ. ഇനി ഇയാളുടെ കുറേ കൂടെ വീടിനടുത്തേക്ക് ട്രാൻസ്ഫറായി സംവിധാനം ഒരുക്കി കൊടുക്കുന്ന രീതി കാണുന്നു എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും ഈ വെള്ളരിക്കുണ്ട് നമുക്ക് ഒരുപാട് നമ്മുടെ ന്യൂസ് 18 പ്രേക്ഷകരുണ്ട്. നമ്മുടെ സന്തോഷ് വെള്ളരിക്കുണ്ടൊക്കെ എന്താണ് വിളിക്കാത്തതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഒരുപക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഏതായാലും അജയ്കുമാർ ചങ്ങനാശ്ശേരി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയ്കുമാറും ദീർഘകാലം പ്രവാസിയായിരുന്ന ഒരാളാണ്. ആ പ്രവാസ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ നേട്ടങ്ങളുമൊക്കെ അറിയാവുന്ന ഒരാളാണ്. ശ്രീ അജയ്കുമാർ, ഒരു വിമാനം പറന്ന് ഉയരുമ്പോൾ ഓരോ മനുഷ്യനും ഇവിടെ ഉപേക്ഷിക്കുന്നത് അവൻ്റെ സ്വപ്നങ്ങൾ, അവനെ സ്നേഹിക്കുന്നവരെയൊക്കെ വിട്ടാണ് ഒരു പ്രവാസി വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പോകുന്നത്. വിമാനത്താവളത്തിൽ പലപ്പോഴും മറ്റ് ജോലി ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ പ്രവാസികൾ പോകുന്നത് കാണുന്നത് തന്നെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. കാരണം അവരുടെ കുടുംബാംഗങ്ങൾ അവരെ മിസ് ചെയ്യുന്നത് എത്രമാത്രമാണെന്ന് നമുക്ക് ആ യാത്രയപ്പിൽ മനസ്സിലാവും. കാരണം കുട്ടികൾ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു, ഭാര്യയുടെ കണ്ണ് നീർ അങ്ങനെ ഒഴുകി വരുന്നു, അമ്മ അച്ഛൻ എല്ലാവരും ഒരു പ്രവാസി യാത്രയാക്കുന്നതിൻ്റെ എത്രയോ ദൃശ്യങ്ങൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ യാത്രയാക്കിയ ഒരു വിഭാഗമാണ് ഈ ആളുകൾ. ഇതിൽ പിന്നെ വിദേശികളുമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, ഇംഗ്ലണ്ട് പൗരന്മാരുണ്ടായിരുന്നു, പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, കനഡിയൻ പൗരനുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ദുരന്തത്തിന് വരുമ്പോൾ ഒന്നായി രാജ്യം നിൽക്കണം എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ മലീമസമായി ചിന്തിക്കാൻ മലയാളിക്ക് എങ്ങനെ കഴിയുന്നു? അജയ്കുമാർ, എന്താണ് ഇവരുടെ പ്രശ്നം? ഭക്ഷണമാണ്. അതെ മനു, ഈ അടുത്ത കാലത്ത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാളിയുടെ മനസ്സ് വളരെ അധികം മലീമസപ്പെട്ടിരിക്കുന്നു. അതിന്റെ മുഖ്യ കാരണം ഇവിടുത്തെ വോട്ട് ബാങ്കുകൾ കൂടിയാണ്. ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. വേടൻ മുമ്പോട്ട് വെക്കുന്നത് എന്താണ്? ഇപ്പം കൃഷ്ണകുമാറിന്റെ മകളുടെ ഷോപ്പിൽ ജോലി ചെയ്തിട്ട് പൈസ അടിച്ചുകൊണ്ട് പോയൊരു മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? അതിന്റെ മുമ്പോട്ട് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയക്കാരുമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ മനു പറഞ്ഞല്ലോ പ്രവാസി, ഞാൻ പ്രവാസിയായിരുന്നു. ഓരോ പ്രവാസിയുടെയും നൊമ്പരം ഇത് ശാപമായിട്ട് ആ മനുഷ്യന്റെ പിന്നാലെ പോകും കൂടത്തെ എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. മറ്റൊന്ന് കൂടി, ഈ തെമ്മാടിയെ, കാരണം ഇയാളിപ്പോ ഡെപ്യൂട്ടി തഹസീൽദാരാണ്, ഇയാൾ നാളെ തഹസീൽദാരാകാം, ഡെപ്യൂട്ടി കളക്ടറാകാം, അയാൾക്ക് സർവീസ് ഉണ്ടെങ്കിൽ. മാത്രമല്ല അജയ്കുമാർ, ഒരു തഹസിൽദാർ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോയി മുന്നിൽ നിൽക്കേണ്ട ആളാണ്. അതിൽ സ്ത്രീകളുണ്ടാവും, വയസ്സായവരുണ്ടാവും, അല്ലേ? ഉണ്ടാകും. അതിനെല്ലാം ഉപരി ഇയാൾ ചിലപ്പോൾ നാളെ ഇയാൾക്ക് സർവീസിൽ ടൈം ഇതുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹമല്ല അയാൾക്ക്, ഈ തെമ്മാടിക്ക് ചിലപ്പോൾ നാളെ അയാൾക്ക് IAS കൺഫർ ചെയ്ത് കിട്ടേണ്ടത് വരെ എത്തും. ഇയാളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ ഭരിക്കാൻ പോകുന്നതും. ഇയാൾ ജാതീയമായിട്ട് വരെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ മുമ്പിൽ ഒരു നായർ സമുദായത്തിൽപ്പെട്ടവർ എങ്ങനെ ചെല്ലും ഒരു ആവശ്യവുമായിട്ട്? ഇത് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇതിന് നടപടിയെടുത്ത് ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ഉറപ്പായിട്ടും സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇയാളെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതിനകത്തിൽ രാഷ്ട്രീയവും മതവും ഒന്നും കലർത്തരുത്. ഈ തെമ്മാടിയെ സർവീസിൽ നിന്നും പുറത്താക്കുക. അതിൽ കുറഞ്ഞ യാതൊന്നും കേരള സമൂഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കണം. യെസ്, വ്യക്തമാണ്. അപ്പോൾ ശ്രീ അജയ്കുമാർ പറഞ്ഞത് ശരിയാണെന്ന് എന്നോട് ഗോളാന്തരം പറയുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ NGO യൂണിയൻ വഴി ഇയാൾ വീണ്ടും കയറും എന്നാണ് പറയുന്നത്. NGO യൂണിയൻ എന്തായാലും ഇതിൽ പിന്തുണ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം MLA ഇടത് MLAയും കൂടിയാണല്ലോ അധിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു നീക്കം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ വേടൻ ഇമ്പാക്റ്റ് തുടങ്ങി കേരള സമൂഹത്തിൽ എന്നാണ്. വേടനും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജാതീയമായൊരു സ്പർദ്ധ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും, ആളുകളെ അങ്ങനെ വിളിച്ച് അധിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരാൾ നായരാണ്, അല്ലെങ്കിൽ ഒരാൾ നമ്പൂരിയാണ്, ഒരാൾ വേറെന്തെങ്കിലും സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളതുകൊണ്ട് അയാളെ അധിക്ഷേപിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല. നമ്മൾ കൂട്ടായി ഒരു പൊതുസമൂഹം കെട്ടിപ്പടുക്കുക എന്നതിലാണ് നമ്മളിനി കൂടുതലായും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്.
അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും ഒരു ഇടവേള കൂടി എനിക്ക് അനിവാര്യമാണ്. പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ അജയ്കുമാറിന് പിന്തുണ പലരും പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വളരെ കൃത്യമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ജയകുമാർ പറയുന്നത് ഇയാൾക്ക് ഇയാൾ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു കയറിയാൽ ഉടനെ പ്രൊമോഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ഏതായാലും അത് അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല. രാജാക്കാട് നിന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് ജോയ് ആണ്. ശ്രീ ജോയ്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ്? ശരി ശരി. ശ്രീ ജോയ്, നമ്മുടെ നാട്ടിലെ നാട്ടുമ്പുറത്ത് നിന്ന് ഒരു പെൺകുട്ടി അവരുടെ കഴിവിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഭാഗമായി അവർ ഇംഗ്ലണ്ടിലേക്ക് പോയി ഒരു ജോലി സമ്പാദിച്ച് അവരുടെ കുടുംബം നോക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അവകാശം നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? ഒരു സാവകാശമില്ല സാറേ. അവര് ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവര് പോയതല്ലേ. അവരൊരു നേഴ്സല്ലേ. അവരെ അപമാനിക്കാൻ കൊള്ളാവോ? ഒരിക്കലും അവരെ അപമാനിക്കാൻ കൊള്ളിയല്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കഷ്ടപ്പെട്ട് അനേകം പേർക്ക് സ്വാതന്ത്ര്യം നൽകുന്നവരാ. അങ്ങനെയുള്ളവരെ നമ്മള് അപമാനിക്കാന്ന് പറഞ്ഞാൽ ഈ രാജ്യദ്രോഹവും എന്താ പറയുന്നത് നോക്ക്. എന്നിട്ട് ജോയ്, ആ ദൃശ്യങ്ങളിൽ ഇയാളുടെ ദൃശ്യം കണ്ടോ? എന്തോ വലിയ ഗൗരവത്തിൽ നടന്നു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നിട്ട് നോക്കൂ, നടന്നു പോകുന്ന രണ്ട് പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് പോകുന്നത് കണ്ടാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി ഏതോ പ്രമുഖനെ പോലെ അങ്ങ് നടന്നു പോവുകയാണ്. പോലീസുകാരെ പുള്ളിയെ സല്യൂട്ട് അടിക്കുന്ന രീതിയിലായിട്ട്. അല്ല, ഞാൻ ഈ പോലീസുകാരുടെ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഹെൽമെറ്റ് ഇല്ലാത്ത ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യം ഞാൻ ഈ മുമ്പൊരിക്കൽ യൂട്യൂബിൽ കണ്ടു. ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് എതിരെ പോലീസ് എടുക്കുന്ന എന്തുമാത്രം വലിയ ജാഗ്രത. ഞാൻ ഇതുപോലുള്ള ഈ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അകമ്പടി പോകുന്നത് പോലെ പോലീസ് ഇങ്ങനെ വേദനിക്കുക. അവർക്ക് അദ്ദേഹത്തിന് അങ്ങ് ഡെപ്യൂട്ടി തഹസിൽദാർ ഏതാണ്ട് വലിയ ഉയർന്ന പദവിയിലുള്ള ആള് പോകുന്ന പോലെ പുള്ളിയുടെ പോക്ക്. പോലീസുകാര് പുള്ളിയെ സേവിച്ച് നടക്കുന്ന പോലെ. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ആ സ്ത്രീയുടെ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങള് അവരുടെ മാനസികമായിട്ട് തകർത്തിരിക്കുമ്പോൾ നമ്മൾ അവരെ അപമാനിക്കാന്നൊക്കെ പറയുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ്. അത് ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനല്ലേ. ഇവരെയൊക്കെ എങ്ങനെയാണ് ഈ സർവീസിലേക്ക് തെരഞ്ഞെടുക്കുന്നത് എന്നാണ് എനിക്ക് സംശയം. അവരൊക്കെ സർവീസിൽ നിന്ന് നീക്കം ചെയ്ത് മാന്യമായ ആൾക്കാരെ ഇരുത്തി പോകേണ്ടതാണ് സാറേ. വ്യക്തമാണ്. ഏതായാലും ശ്രീ ജോയ് രാജാക്കാട് നിന്നാണ് നമ്മുടെ പൊതുവേദിയിൽ ചേർന്നത്. വളരെ സന്തോഷം. എനിക്കൊരു ചെറിയ ഇടവേള കൂടി അനിവാര്യമായി വരികയാണ്. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയി വീണ്ടും മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ പല പൊതുവേദി പ്രേക്ഷകർ എന്നോട് പറയുന്നത് ഈ നഴ്സിൻ്റെ ജീവിത കഥ കേട്ടപ്പോൾ അവരുടെ ആ അധ്വാനത്തിൻ്റെയും അവരുടെ ആ മികവിൻ്റെയും ഒക്കെ കാര്യം കഴിയുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നു എന്നാണ് പറയുന്നത്. ആ സഹോദരിയുടെ കഥ കേട്ടപ്പോൾ വളരെ വിഷമം തോന്നിയെന്ന് ഒരാൾ പറയും. അങ്ങനെ ഇത് വേറൊരു പ്രേക്ഷകൻ വരദരാജൻ നായർ എന്നോട് പറയുന്നത് ഈ പവിത്രൻ ഒരു CPI കാരനാണെന്ന്. അത് എനിക്ക് സംശയമുണ്ട്. അത് ജോയിൻറ്റ് കൗൺസിൽ ജോയിൻറ്റ് കൗൺസിൽ അംഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഏതായാലും അതിനെ സംബന്ധിച്ച് ആധികാരികമായ വിവരം എൻ്റെ കയ്യിലില്ല. അങ്ങനെ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം CPI MLA ആണല്ലോ അദ്ദേഹം നേരത്തെ വിമർശിച്ചത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ആ സംഘടനയിൽപ്പെട്ട ആളാണോ എന്നറിയില്ല. ഏതായാലും അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ശ്രീമതി ജയ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ, ഈ ദുഃഖം നമുക്ക് പെട്ടെന്ന് മറക്കാനാകുന്നതല്ല. മനുഷ്യരുടെ കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ നമ്മൾ കണ്ടു. വേദനയോടുകൂടിയാണ് മാധ്യമപ്രവർത്തകർ അത് പലതും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിലാണ് ഇതുപോലെയുള്ള മനുഷ്യർ, വലിയ പ്രമാണികളെന്ന് നടിച്ച് നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ, രണ്ട് കൈയിലും രണ്ട് പോക്കറ്റും കയ്യിലിട്ട് പോലീസിൻ്റെ പുറകിൽ താനെന്തോ വലിയ വീരകൃത്യം ചെയ്ത് ഒരു വലിയ പുരസ്കാരം നേടാൻ പോകുന്നു എന്ന തരത്തിൽ അങ്ങനെ പോവുകയാണ്. പേരിനൊരു മാപ്പ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ രക്ഷപ്പെടാനുള്ളൊരു കള്ളത്തരമാണെന്ന് നമുക്കറിയാം. കാരണം ഒരു തവണ സസ്പെൻഷനിലായ ആളാണ്. അപ്പോൾ തന്നെ ആരും ഒന്നും ചെയ്യില്ല, താനിക്കിതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. അതേസമയം സാധാരണ മറ്റൊരു ചെറിയ പെറ്റി കേസിലെ പ്രതിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതും ഈ ആളെ കൊണ്ടുവരുന്നതും കണ്ട് ഞാൻ അങ്ങനെ രണ്ടും തമ്മിലും താരതമ്യം ചെയ്ത് നോക്കിയാണ്. ഇതേതോ വലിയ മഹാനെ കൊണ്ടുവരുന്നത് പോലെയാണ് കൊണ്ടുവരുന്നത്. ശ്രീമതി ജയക്ക് ദൃശ്യം കണ്ടിട്ട് എന്താണ് തോന്നിയത്? നമസ്കാരം മനു. നമസ്കാരം മനു, ഞാനൊരു റിട്ടയർഡ് NRI ആണ്.
അതെനിക്കറിയാം. മകളും മകനും UAE വർക്ക് ചെയ്യുവാണ്. മകള് നേഴ്സാണ്. ആ അവൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോ ഈ തള്ളവിരലിന് വേദനയാ. കാരണം തള്ളവിരലിൽ നിന്നോണ്ടാ ഈ ഓടുന്നത്. ഡോക്ടേഴ്സ് അങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് ഓടണം. അവൾ ഇപ്പൊ ഹെഡ് നേഴ്സാണ്. ഭയങ്കര ഉത്തരവാദിത്തങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഇപ്പൊ അവർക്ക് ഒരു 1.5 ലക്ഷം രൂപ സാലറി ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അവരുടെ ലൈഫ് പറ്റുന്നതേ ഇല്ല. എനിക്കൊരു ഓഫ് കിട്ടി, നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോ അവർക്ക് പറ്റത്തില്ല നിൽക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് സഫർ ചെയ്താ നേഴ്സന്മാർ അവിടെ നിൽക്കുന്നത്. പിന്നെ തണുപ്പ്, ചൂടാവുമ്പം ചൂട്. ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഇതിലൊക്കെ ആസ്വദിക്കുകയാണ്. പക്ഷെ ഈ ഒരു കുഞ്ഞ്, ഈ രഞ്ജിത എന്ന് പറഞ്ഞ കുഞ്ഞ് അവിടെ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ എനിക്ക് എന്റെ കൺമുന്നിലൂടെ പോകുന്നു. ഈ നരാധമൻ തന്നെയാണ് ഇവൻ. അവന് ഇനി സർവീസിൽ തിരിച്ച് കയറ്റരുത്, അവന് ഡിസ്മിസൽ തന്നെ കൊടുക്കണം. അതാണ് എന്റെ ഒരു അഭിപ്രായം മനു. ഞാൻ അനുഭവത്തായതുകൊണ്ട് പറയുന്നു. അതാണ് ഒരു വീട്ടമ്മയുടെ, ഇപ്പോഴത്തെ ഒരു NRIയുടെ, ഒപ്പം ഒരു നഴ്സിൻ്റെ അമ്മയുടെ പ്രതികരണം. അത് കേരളത്തിലെ എല്ലാ നഴ്സുമാർക്കും വേണ്ടി കൂടി പൊതുവേദി സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്. ഇതുപോലുള്ള ആളുകളെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ലോകത്തെമ്പാടുമുള്ള നഴ്സിംഗ് മേഖലയിലുള്ള ആളുകളെ അപമാനിക്കുന്ന ഇത്തരം ആളുകൾ നമ്മുടെ സർക്കാർ സർവീസുകൾക്ക് ചേർന്നതല്ല. ഇത്തരം ആളുകൾ കേരളത്തിൻ്റെ പ്രതിനിധികളായി എവിടെയും ഒരു താലൂക്കിലോ പഞ്ചായത്തിലോ ഇരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് വിളിക്കാനാകില്ല, ഇവരെ അംഗീകരിക്കാനാകില്ല. ഇയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കലക്ടർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇയാളെ ആ നടപടിക്ക് വിധേയനാക്കുക എന്നതാണ് ശരി. ഏതായാലും KV ബൈജു, ബൈജു നമുക്കൊപ്പം കുറച്ച് അല്പസമയത്തിനകം ചേരും. ഓക്കെ, ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്കൊപ്പം ചർച്ച ചെയ്തിരുന്നു. ഈ വിഷയം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിയന്ത്രണം വേണോ എന്നതാണ്. 92% ആളുകളും നിയന്ത്രണം വേണം എന്ന നിലപാട് ഉള്ളവരാണ്. 8% ആളുകൾ അതിൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും പ്രബുദ്ധ കേരളം മാറി ചിന്തിച്ച് മതിയാകൂ. ഇത്തരം ആളുകളെ, ശൗചാലയ ചുമർ സംസ്കാരങ്ങളുമായി നമ്മുടെ പൊതുയിടങ്ങളിൽ വരുന്നവരെ, അവരെ വേണ്ട രീതിയിൽ തന്നെ പരിഗണിച്ച് ചവറ്റുകൊട്ടകളിലേക്ക് തള്ളാൻ ഈ നാട് തയ്യാറാകും എന്ന് പ്രത്യാശിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.